എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2025 സെപ്റ്റംബർ 14 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇനി ഒരുപാട് PSC പരീക്ഷകൾ വരാനുണ്ട്. 10ാം ക്ലാസ് യോഗ്യതയുള്ളതും +2 യോഗ്യതയുള്ളതും ഡിഗ്രി യോഗ്യതയുള്ളതുമായിട്ടുള്ള ഒരുപാട് പരീക്ഷകളാണ് വരാനിരിക്കുന്നത്. സോ ഈ എക്സാമുകൾക്ക് വേണ്ടി നല്ല രീതിയിൽ തയ്യാറെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിനായിട്ട് ടാലന്റിന്റെ റാങ്ക് ഫെയർ ടീം ആശാൻ ക്ലാസ്സുകൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അതായത് 200-ലധികം റെക്കോർഡ് വീഡിയോകൾ, അതിന്റെ നോട്ടുകൾ, അതിന്റെ മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ മോഡൽ എക്സാമുകൾ, മെന്റർ സപ്പോർട്ട്, ഇതെല്ലാം കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ടാലന്റിന്റെ ആശാൻ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായുള്ള കോഴ്സ്, അത് 10th ലെവൽ ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, 12th ലെവൽ ആയിക്കോട്ടെ, ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ആശാൻ ക്ലാസ് ആയിക്കോട്ടെ, ഇതൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് www.veranda.channelkela.com എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നിങ്ങളുടെ ഇഷ്ടാനുസരണം കോഴ്സ് പർച്ചേസ് ചെയ്യുക. എത്രയും പെട്ടെന്ന് ഒരു ഗവൺമെന്റ് ജോലി നേടിയെടുക്കുക. അപ്പോൾ സെക്രട്ടറി അസിസ്റ്റന്റ് മെയിൻസ് എക്സാം ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇനി കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് സ്പെഷ്യൽ ടോപ്പിക് നല്ല രീതിയിൽ കവർ ചെയ്യണം. സോ സെക്രട്ടറി മെയിൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ട് പേപ്പർ 2 വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള channelkela.com-ലും ഈ ബുക്ക് ലഭ്യമാണ്. പൊതുവെ 2025-26 എന്ന് പറയുന്നത് ഒരുപാട് എക്സാംസ് നടക്കാനുള്ള സമയമാണ്. ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട്. പ്രത്യേകിച്ച് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, ബുക്കോ LDC, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അങ്ങനെ ഒരുപാട് എക്സാമുകൾ. അപ്പോൾ ഇവയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത് സെപ്റ്റംബർ 14 പ്രത്യേകതയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത തന്നെയാണ്. പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രത്യേകത കൂടിയാണ്. അതായത് നമ്മുടെ ദേശീയ ഹിന്ദി ദിവസമായിട്ട് ആചരിക്കപ്പെടുന്നത് സെപ്റ്റംബർ 14 അപ്പോൾ സെപ്റ്റംബർ 14 നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നു? ദേശീയ ഹിന്ദി ദിവസമായിട്ട് ആചരിക്കുന്നു. ഇനി എന്തുകൊണ്ടാണ് ഈ ദിവസം തന്നെ ആചരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1949 സെപ്റ്റംബർ 14 ഹിന്ദിയെ എന്ത് ചെയ്തത്? നമ്മുടെ ഔദ്യോഗിക ഭാഷയായിട്ട് അംഗീകരിച്ചത്. അപ്പോൾ ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയായിട്ട് അംഗീകരിച്ചത് എന്നാണ് 1949 സെപ്റ്റംബർ 14. സോ അതിന്റെ ഓർമ്മ പുതുക്കലായിട്ട് എന്ത് ചെയ്യുന്നു? സെപ്റ്റംബർ 14 ദേശീയ ഹിന്ദി ദിവസമായിട്ട് ആചരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ കൺഫ്യൂഷൻ ശരിക്കും വരാനുള്ളത്? കാരണം ദേശീയ ഹിന്ദി ദിവസം സെപ്റ്റംബർ 14. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ലോക ഹിന്ദി ദിനം എന്നാണ്. അത് ജനുവരി 10 എന്നാണ്. ജനുവരി 10. അപ്പോൾ വേൾഡ് ഹിന്ദി ഡേ എന്ന് പറയുന്നത് ജനുവരി 10. സോ ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ലോക ഹിന്ദി ദിനം എന്ന് പറയുന്നത് ജനുവരി 10. ദേശീയ ഹിന്ദി ദിവസം എന്ന് പറയുന്നത് എന്താണ്? അത് സെപ്റ്റംബർ 14. ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട നിയമനമാണ്. കാരണം നേപ്പാളിലെ പ്രക്ഷോഭം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. സോ അതിനെ തുടർന്ന് അവിടുത്തെ പ്രധാനമന്ത്രി രാജിവെച്ച കാര്യവും നമ്മൾ എന്ത് ചെയ്തു? ചർച്ച ചെയ്തു. അപ്പോൾ ഇപ്പോൾ അവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? ഇടക്കാല പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. അപ്പോൾ നേപ്പാളിന്റെ ഇടക്കാല പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ആരാണ്? അത് സുശീല കാർക്കി. ആരാണ്? സുശീല കാർക്കിയാണ്. കൃത്യമായിട്ട് ഈ പേരൊന്ന് ഓർത്തു വയ്ക്കുക. കാരണം ഈ ഒരു പദവിയിലേക്ക്, അതായത് നേപ്പാളിന്റെ പ്രധാനമന്ത്രി പദവിയിലേക്ക് എത്തുന്ന ആദ്യത്തെ വനിത എന്ന് പറയുന്നത് ആരാണ്? ഈ പറയുന്ന സുശീല കാർക്കിയാണ്. ഇനി അവിടെ കൊണ്ട് മാത്രം തീർന്നില്ല. കാരണം ഈ പറയുന്ന സുശീല കാർക്കി ഇതിനു മുൻപ് നേപ്പാൾ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, എന്താണ് ഈ ഒരു പദവിയിൽ, അതായത് നേപ്പാളിന്റെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യത്തെ വനിത എന്ന പ്രത്യേകത കൂടി ആർക്കുണ്ട്? ഈ പറയുന്ന സുശീല കാർക്കിക്കുണ്ട്. സോ അതുകൂടി എന്ത് ചെയ്യുക? കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ്. അതായത് ആർദ്ര കേരളം പുരസ്കാരം 2023-24 2023-24 വർഷത്തെ ആർദ്ര കേരളം പുരസ്കാരത്തെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പുരസ്കാരത്തെ പറ്റി ചർച്ച ചെയ്യുന്ന സമയത്ത് എന്തിനാണ് ഈ പുരസ്കാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരോഗ്യ മേഖലയിലെ പ്രകടനത്തിനാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ആർദ്ര കേരളം പുരസ്കാരം നൽകുന്നതെന്നുള്ള കാര്യം നിങ്ങൾ ആദ്യമേ അറിഞ്ഞു വെച്ചിരിക്കുക. ഇനി ഈ പറയുന്ന ഏതൊക്കെ കാറ്റഗറികൾ ആർക്കൊക്കെയാണ് പുരസ്കാരം എന്നുകൂടി നമുക്ക് നോക്കാം. ആദ്യത്തെ കാറ്റഗറി ഗ്രാമപഞ്ചായത്ത്. മികച്ച ഗ്രാമപഞ്ചായത്ത് ഏതെന്നാണ്? അത് വെള്ളിനേഴി ഗ്രാമപഞ്ചായത്താണ്. ഈ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ പാലക്കാട് ജില്ലയിലെ വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിനാണ് എന്താ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം. ഇനി മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത് പള്ളുരുത്തിയാണ്. പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് എറണാകുളം ജില്ല. ഏതാണ്? എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ദെൻ ജില്ലാ പഞ്ചായത്ത്. ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം ഇടുക്കിക്കാണ്.
അതുപോലെ മുനിസിപ്പാലിറ്റി ഗുരുവായൂർ മുനിസിപ്പാലിറ്റി എവിടെയാണെന്ന് പറയണ്ടല്ലോ, തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിക്കാണ് മികച്ച മുനിസിപ്പാലിറ്റിക്കുള്ള പുരസ്കാരം കിട്ടിയത്. ദെൻ മുനിസിപ്പൽ കോർപ്പറേഷൻ, മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ്? അത് തിരുവനന്തപുരമാണ്. ഏതാണ്? തിരുവനന്തപുരമാണ്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, പ്രഖ്യാപിച്ചത് ആർദ്ര കേരളം പുരസ്കാരമാണ്. 2025 പുരസ്കാരം എന്ത് ചെയ്തത്? പ്രഖ്യാപിച്ചത്. പക്ഷേ പ്രഖ്യാപിച്ച പുരസ്കാരം 2023-24 വർഷ കാലയളവിലെയാണ്. അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ്. അതായത് 2025 PV നരസിംഹറാവു പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? അപ്പോൾ 2025 എന്ത് പുരസ്കാരം? PV നരസിംഹറാവു പുരസ്കാരം അർഹനായത് ആരാണ്? നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ആരാണ്? മൻമോഹൻ സിംഗ് ആണ്. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അതായത് സാമ്പത്തിക മേഖലയിൽ നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം നൽകിയത്. ഇനി നമുക്കറിയാം അല്ലേ, ഇദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് പുരസ്കാരം നൽകിയത്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ മരണാനന്തര ബഹുമതി എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ എന്നാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിച്ചത്? അത് കൃത്യമായിട്ട് ഓർത്തു വെക്കേണ്ട ഡേറ്റ് ആണ് 2024 ഡിസംബർ മാസം 26. 2024 ഡിസംബർ 26 മൻമോഹൻ സിംഗ് അന്തരിച്ചത്. അതിന് തൊട്ട് തലേ ദിവസം, അതായത് 2024 ഡിസംബർ 25 ആരന്തരിച്ചത്? MD വാസുദേവൻ നായർ അന്തരിച്ചത്. അപ്പോൾ ഈ ഡേറ്റുകളൊക്കെ കൃത്യമായിട്ട്, കാരണം BSc പലവട്ടമായിട്ട് പരീക്ഷകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ മഹത്തായ വ്യക്തിത്വങ്ങൾ അന്തരിക്കുന്ന സമയത്തും അവർ ആ മരിച്ച തീയതി എന്നാണെന്ന് കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓർത്തു വയ്ക്കുക, നമ്മുടെ മൻമോഹൻ സിംഗ് അന്തരിച്ചത് 2024 ഡിസംബർ 26. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത്, ഭരണകൂട അട്ടിമറിക്ക് ശ്രമിച്ചെന്ന കുറ്റത്തിന് തടവ് ശിക്ഷ ലഭിക്കപ്പെട്ട മുൻ ബ്രസീലിയൻ പ്രസിഡന്റ് ആരാണ്? അപ്പോൾ എന്താണ്? ഭരണകൂട അട്ടിമറിക്ക് ശ്രമിച്ചെന്ന കുറ്റത്തിന് തടവ് ശിക്ഷ ലഭിക്കപ്പെട്ട മുൻ ബ്രസീലിയൻ പ്രസിഡന്റ്. ഇതിന്റെ പേര് ജയർ ബൊൾസനാരോ. ആരാണ്? ജയർ ബൊൾസനാരോയാണ്. നമുക്കറിയാം ഇപ്പോൾ നിലവിലെ പ്രസിഡന്റ് ആരാണ്? ലുലാഡ സിൽവയാണ് അല്ലേ. അപ്പോൾ ആ ഒരു ഇലക്ഷനിൽ ലുലാഡ സിൽവയ്ക്കെതിരെ ആര് പരാജയപ്പെട്ടിരുന്നു? ജയർ ബൊൾസനാരോ പരാജയപ്പെടുകയും അതിനുശേഷം എന്തായിരുന്നു, അവിടെ ഒരു ചെറിയ ആക്രമണങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ ഒരു ഭരണകൂട അട്ടിമറിക്കാനുള്ള ശ്രമമായിരുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് എന്ത് ചെയ്തിരിക്കുകയാണ്? തടവ് ശിക്ഷ ലഭിക്കപ്പെട്ടിരിക്കുകയാണ്. 27 വർഷത്തേക്ക്. എത്രയാണ്? 27 വർഷത്തേക്കാണ് ഇദ്ദേഹത്തിന് തടവ് ശിക്ഷ നൽകിയത്. അപ്പോൾ അതുകൂടി ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, 2025 സെപ്റ്റംബറിൽ ഇസ്രായേൽ വിക്ഷേപിച്ച ചാര ഉപഗ്രഹത്തിന്റെ പേര് എന്താണ്? അപ്പോൾ ഏത് രാജ്യം എന്ന് പറഞ്ഞു? ഇസ്രായേൽ വിക്ഷേപിച്ച ചാര ഉപഗ്രഹത്തിന്റെ പേര് എന്താണ്? OFAC 19. എന്താണ്? OFAC 19 എന്നാണ്. അപ്പോൾ OFAC 19 എന്ന് പറയുന്ന ചാര ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ഇസ്രായേൽ ആണ്. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇനി നമുക്ക് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അതിൽ ആദ്യത്തേത് ഒരു വിലക്ക് ലഭിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു വിലക്ക് ലഭിച്ചത് അല്ലെങ്കിൽ ഒരു വിരമിക്കലൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു താരം ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അത് മനസ്സിലാക്കാനായിട്ടാണ്. സോ ഇവിടെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അടുത്തിടെ വിലക്ക് ലഭിക്കപ്പെട്ട മുൻ ലോങ് ജമ്പ് താരം ആരാണ്? അത് മൈക്ക് പവൽ. ആരാണ്? മൈക്ക് പവൽ ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് ഒളിമ്പിക്സിൽ 2 വെള്ളി മെഡലുകളുണ്ട്. അതായത് 1988, അതുപോലെ തന്നെ 1992 ഒളിമ്പിക്സുകൾ. ഈ 2 ഒളിമ്പിക്സുകളിലും ഇദ്ദേഹത്തിന് എന്തുണ്ട്? 2 ഓരോ വെള്ളി മെഡൽ വീതം ഉണ്ട്. അപ്പോൾ ഇനി അത് മാത്രമല്ല, നിലവിലെ ലോങ് ജമ്പിലെ ലോക റെക്കോർഡ് ഇപ്പോഴും ആരുടെ പേരിൽ തന്നെയാണ്? ഈ പറയുന്ന മൈക്ക് പവലിന്റെ പേരിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ്. അതായത് നിലവിലെ ലോങ് ജമ്പിലെ ലോക റെക്കോർഡ് കാരണമാണ് ആരെന്ന് പറയുന്നത്? മൈക്ക് പവൽ എന്ന് പറയുന്നത്. കാരണം ഇദ്ദേഹം 1991 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്ഥാപിച്ച റെക്കോർഡ്, 1991 ടോക്കിയോയിൽ സ്ഥാപിച്ച ആ ഒരു റെക്കോർഡ് ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല? ആരും തകർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഓർക്കുക, അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് മൈക്ക് പവൽ എന്നാണ്. അദ്ദേഹം ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ലോങ് ജമ്പ് ആണ്. ഇനി അടുത്തത് ഒരു ക്രിക്കറ്റ് താരത്തിന്റെ പേരാണ്. അതായത് അടുത്തിടെ വിരമിച്ച UAE ക്രിക്കറ്റ് താരം. പേര് CP റിസ്വാൻ. CP റിസ്വാൻ. അപ്പോൾ നമുക്കൊക്കെ ഒരുപാട് പരിചയമുള്ളൊരു പേരാണ് CP റിസ്വാൻ എന്ന് പറയുന്നത്. കാരണം ഇദ്ദേഹം ഒരു മലയാളിയാണ്. അപ്പോൾ CP റിസ്വാൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു മലയാളിയാണ്. പക്ഷേ അദ്ദേഹം UAE ടീമിന് വേണ്ടിയാണ് കളിക്കുന്നത്. കാരണം ഇവിടെ ഇദ്ദേഹം അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയിട്ടുണ്ട്. അതായത് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ മലയാളി എന്ന് പറയുന്നത് ആരാണ്? അത് ശരിക്കും ഈ CP റിസ്വാനാണ്. പക്ഷെ അദ്ദേഹം നേടിയത് UAE ടീമിന് വേണ്ടിയിട്ടാണ്. എന്നാൽ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടിയ ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ. ആരാണ്? സഞ്ജു സാംസൺ ആണ്. അപ്പോൾ കൃത്യമായിട്ട് ആ വ്യത്യാസം മനസ്സിലാക്കി പഠിക്കുക. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ മലയാളി എന്ന് പറഞ്ഞാൽ CP റിസ്വാൻ ആണ്, UAE ടീമിന് വേണ്ടിയാണ്. എന്നാൽ സഞ്ജു സാംസൺ എന്ന് പറയുന്നത് ഇന്ത്യക്ക് വേണ്ടി അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ മലയാളിയാണ്. അത് തെറ്റിപ്പോവാതെ തന്നെ ഓർത്തു വയ്ക്കുക.
അടുത്ത നോക്കാനുള്ള പോയിന്റ് 2025 കാഫ നേഷൻസ് കപ്പ് ജേതാക്കൾ ആരെന്നാണ്. അത് ഉസ്ബെക്കിസ്ഥാനാണ്. നമുക്കറിയാം ഉസ്ബെക്കിസ്ഥാനിലും അതുപോലെ തന്നെ താജിക്കിസ്ഥാനിലായിട്ടായിരുന്നു ഇന്ത്യ ഈ ഒരു നേഷൻസ് കപ്പ് നടന്നത്. അതിൽ ജേതാക്കളായത് ആരാണെന്ന് പറഞ്ഞു, ഉസ്ബെക്കിസ്ഥാനാണെന്ന് പറഞ്ഞു. ഇനി റണ്ണറപ്പ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാനാണ്. ആരാണ്? ഇറാനാണ് റണ്ണറപ്പ് എന്ന് പറയുന്നത്. ഇന്ത്യ ഇതിൽ 3-ാം സ്ഥാനത്താണ്. ഇന്ത്യ 3-ാം സ്ഥാനത്തായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യം കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. ഇനി വീണ്ടും ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ UAE വേണ്ടി കളിക്കുന്ന മലയാളി. നമുക്കറിയാം 2025 ഏഷ്യ കപ്പ് ആരംഭിച്ചല്ലേ. അപ്പോൾ എവിടെ വെച്ചാണ് നടക്കുന്നത്? UAE വെച്ച് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഇത് കഴിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും. എങ്കിലും ഓർത്തിരിക്കുക, 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ നമ്മുടെ ഇന്ത്യൻ ടീമിൽ ഒരു മലയാളിയുണ്ട്. ആരാണ്? സഞ്ജു സാംസൺ ആണ്. അതേപോലെ UAE വേണ്ടിയും ഒരു മലയാളി കളിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് അലിഷാൻ ഷറഫ്. എന്താണ്? അലിഷാൻ ഷറഫുമാണ്. ഒരുപക്ഷെ ഈ ഒരു കാര്യം എന്താണ് നേരത്തെ തന്നെ ചോദിച്ചിരുന്നെങ്കിൽ പലരും CP റിസ്വാന്റെ കാര്യം പറഞ്ഞേനെ. പക്ഷെ അദ്ദേഹം വിരമിച്ചു. ഇപ്പോൾ അലിഷാൻ ഷറഫുമാണ് എന്ത് ചെയ്തത്? ഇപ്പോൾ UAE ടീമിനോട് കളിക്കുന്ന മലയാളി എന്ന് പറയുന്നത്. അത് കൃത്യമാണെന്ന് നോട്ട് ചെയ്യും. പൊതുവെ ഒരു ഫോഴ്സ് എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാ പ്രയോറിറ്റി കൊടുക്കുക? സ്പെഷ്യൽ ടോപ്പിക് അല്ലേ? കാരണം 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് ആണ്. ആ സ്പെഷ്യൽ ടോപ്പിക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റാങ്കിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്കൊരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന തരത്തിൽ ടാലന്റ് ഏറ്റവും പുതിയ സ്പെഷ്യൽ ടോപ്പിക് ബുക്കുകളൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട്. ടാലന്റിന്റെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്കും അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ സ്പെഷ്യൽ ടോപ്പിക്കും അതുപോലെ ഫയർമാൻ ആൻഡ് ഫയർ വുമൺ സ്പെഷ്യൽ ടോപ്പിക്കും ഒക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകൾ, ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള channelkala.com ഇവയിലൊക്കെ തന്നെ ഈ ബുക്കുകൾ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോലെ ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞ പോയിന്റ്, നേപ്പാളിന്റെ ഇടക്കാല പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ആരെന്നാണ്. അത് സുശീല കാർക്കെ. അതിനുശേഷം ആർദ്ര കേരളം പുരസ്കാരം പറഞ്ഞു. 5 കാറ്റഗറി. 2023-24 വർഷത്തെ അവാർഡാണെന്ന് പറഞ്ഞു. 25 പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞു. ഇനി ഏതൊക്കെയാ കാറ്റഗറികൾ? ഗ്രാമപഞ്ചായത്ത് വെള്ളിനേടിയാണ്, ബ്ലോക്ക് പഞ്ചായത്ത് പള്ളുരുത്തിയാണ്, ജില്ലാ പഞ്ചായത്ത് ഇടുക്കിയാണ്, അതുപോലെ മുനിസിപ്പാലിറ്റി ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ആണ്. ഇനി മുനിസിപ്പൽ കോർപ്പറേഷൻ ആണെങ്കിൽ ഏതാണ്? അത് തിരുവനന്തപുരമാണ്. അതിനുശേഷം പറഞ്ഞത് മറ്റൊരു അവാർഡായിരുന്നു. അതായത് 2025 PV നരസിംഹറാവു പുരസ്കാരം ആർക്കാണ്? മൻമോഹൻ സിംഗിനാണ്. മരണാനന്തര ബഹുമതിയായിട്ടാണ്. അതിനുശേഷം ജയർ ബൊൽസനാരോ ആരാണ്? മുൻ ബ്രസീലിയൻ പ്രസിഡന്റ് ആണ്. അദ്ദേഹത്തിന് 27 വർഷത്തെ തടവ് ലഭിച്ച കാര്യം പറഞ്ഞു. എന്തിനായിരുന്നു? ഭരണകൂട അട്ടിമറിക്ക് ശ്രമിച്ചെന്ന കുറ്റത്തിനാണ് അദ്ദേഹത്തിന് തടവ് ശിക്ഷ ലഭിച്ചത്. അതിനുശേഷം പറഞ്ഞത് ഒരു ചാരോപഗ്രഹത്തിന്റെ പേര്, അതായത് OFAC 19 എന്ന് പറയുന്ന ചാരോപഗ്രഹം ആരാണ് വിക്ഷേപിച്ചത്? ഇസ്രായേലാണ് വിക്ഷേപിച്ചത്. അതിനുശേഷം സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലേ. എന്തൊക്കെയാ പറഞ്ഞത്? അടുത്തിടെ വിലക്കപ്പെട്ട മുൻ ലോങ് ജമ്പ് താരം ആരാണ്? മൈക്ക് പവലാണ്. അതുപോലെ തന്നെ CP റിസ്വാൻ എന്ന് പറയുന്ന മലയാളിയായ UAE വേണ്ടി കളിക്കുന്ന ക്രിക്കറ്റ് താരം എന്ത് ചെയ്തു? അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ 2025 കാഫ നേഷൻസ് കപ്പ് ജേതാക്കൾ ആരാണെന്ന് പറഞ്ഞു? ഉസ്ബെക്കിസ്ഥാനാണെന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ വീണ്ടും UAE വേണ്ടി കളിക്കുന്ന ഒരു മലയാളിയെ പറ്റി പറഞ്ഞു. ആരാണ്? അലിഷാൻ ഷറഫോ. ഇപ്പോൾ നടക്കുന്ന 2025 നടക്കുന്ന ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ UAE ടീമിന് വേണ്ടി കളിക്കുന്ന മലയാളിയാണ്. ആരെന്ന് പറയുന്നത്? അലിഷാൻ ഷറഫു. അതുകൂടി ഓർക്കുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, കേരള അർബൻ കോൺക്ലേവ് 2025 വേദി എവിടെയെന്നാണ്. അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ തൃശ്ശൂർ, തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്. ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, പേഴ്സൺ ടു മർച്ചന്റ് അഥവാ P2M ഇടപാടുകൾക്കുള്ള പുതുക്കിയ UPI പരിധി എത്രയെന്നാണ്. 5 ലക്ഷം, 10 ലക്ഷം, 1 ലക്ഷം, 15 ലക്ഷം. ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, അടുത്തിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് പകരം ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ച സംസ്ഥാനം ഏതെന്നാണ്. അത് കർണാടക. ഏതാണ്? കർണാടകയാണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, അടുത്തിടെ ജൻസി വിപ്ലവം ആരംഭിച്ച രാജ്യം ഏത് എന്നാണ്. നമുക്ക് ഒരു സംശയമില്ല, ഏതാണല്ലേ? നേപ്പാളാണ്. അതിനെ തുടർന്ന് അവിടുത്തെ പ്രധാനമന്ത്രി രാജിവെച്ച പറഞ്ഞു. ഇപ്പോൾ പുതിയ ഏതാണ്? ഇടക്കാല പ്രധാനമന്ത്രി എന്ന കാര്യം പറഞ്ഞു. സോ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2025 സെപ്റ്റംബർ 14 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.